സൂര്യ, you were really fantastic. അല്ലേ? ശാരീരിക സീനിൽ നന്നായിരുന്നു. ഇരിക്കുക. പിന്നെ ഒരു കുറച്ച് എക്സ്പോസ്ഡ് ആയോ എന്നൊരു സംശയം. ഏയ് ഇല്ല സർ, ആ ഒരു ക്യാരക്ടർ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പിന്നെ ഫാന്റസി അല്ലേ സർ, ഇറ്റ്സ് ഓക്കെ. സർ, സൂര്യ മാം നാളെ രാവിലെ 7 മണിക്ക് വന്നാൽ നമുക്ക് ഓഫീസിൽ കോമ്പിനേഷൻ എടുക്കാമായിരുന്നു. ദാറ്റ്സ് ഓക്കെ സർ. പക്ഷേ രാജേഷ് എന്നെ ഒരു 6 o'clock വിടണം. എനിക്ക് ചെറിയ ഡബിംഗ് ഉണ്ട് സീരിയലിന്റെ. എന്റെ പൊന്നു സൂര്യ, പ്ലീസ് ഈ സീരിയലിൽ പോക്കൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? അല്ല സർ, ഒരു ഗസ്റ്റ് അപ്പിയറൻസാ. എന്റെ ആദ്യത്തെ സീരിയലിലെ ഡയറക്ടർ വിളിച്ചോണ്ടാ. പിന്നെ ഈ പടം കൂടി ഇറങ്ങി കഴിഞ്ഞാലേ പിടിച്ചാ കിട്ടത്തില്ല. എനിക്കറിയാം സർ, താങ്ക് യു. എനിക്ക് താങ്ക്സ് ഒന്നും വേണ്ട. എനിക്കൊരു ഗിഫ്റ്റ് വേണം. ഈ പടം കഴിഞ്ഞോട്ടെ സർ, എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ മേടിച്ചു തരാം. കളഞ്ഞു. അങ്ങനെയല്ല, നല്ല സ്നേഹത്തിൽ ചാലിച്ച ഗിഫ്റ്റ്. എന്താ പ്രശ്നം? 16, 17, 23 ഇവിടെ ഉണ്ടാവണം. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്താ ചേട്ടാ കാര്യം? ഒരു പ്രശ്നമില്ല, ഡേറ്റിന്റെ. നീ വാമോളെ. എപ്പോ ഒന്ന് ചകരെ? ഭാര്യ നേരിൽ പോലെ കൂടെ ഉണ്ടായിട്ട് ഇയാളുടെ കളി ഇതാ. ഇയാള് സംവിധായകനല്ല, നടനാകണ്ട ആളാ. സിനിമയല്ലേ മോളെ? ആ ഡയറക്ടർ ദീപൻ സാർ അവിടെ. ഞാനതങ്ങ് മറന്നുപോയി. ഓക്കെ ശരി. സോറി സോറി സോറി. ഷൂട്ടിംഗ് ഇത്രയ്ക്ക് നീളന്ന് ഞാൻ വിചാരിച്ചില്ല. പറയൂ സർ. നാളെ ഞാൻ ചെന്നൈ വരെ പോവാണ്. പോകും മുമ്പ് സൂര്യയോട് കഥ പറഞ്ഞിട്ട് പോയാൽ ക്യാരക്ടറിന്റെ കാര്യത്തിൽ ഒരു ഐഡിയ കിട്ടുമല്ലോ. അതാ, ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. ഒരു മലയോര ഗ്രാമം, ഒരു കർഷക കുടുംബത്തിലെ ഏക മകളാണ് നായിക. അതായത് സൂര്യ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് സാറ. ഒരു രാത്രിയാണ്, മഞ്ഞ് വീണ് തണുത്ത് ഉറങ്ങിച്ച ഒരു രാത്രി. ഭർത്താവിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് നേരെ പോകുന്നത് കാമുവിന്റെ അടുത്തേക്കാണ്. വളരെ ഇമോഷണൽ ആയിട്ടുള്ള സീക്വൻസ്. അപ്പൊ ആരായിരിക്കും സർ നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന ഹീറോ ആയിട്ട്? കുഞ്ചാക്കോ ഭവൻ. അവിടുന്ന് കാമുവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ ബംഗ്ലാവിന്റെ പൂമുഖത്ത് വെച്ച് അവർ ഒരു യുവാവിനെ കൊണ്ടുമുട്ടുന്നു. സ്വിമ്മിംഗ് പൂളിൽ വെച്ച് കണ്ട അതേ യുവാവ്. അയാളാണ് വില്ലൻ. നല്ല സർപ്രൈസ് ആയിരിക്കില്ലേ? അവിടെ വെച്ച് വില്ലൻ കുട്ടിയോട് പരിചയം കാണിക്കുന്നതേ ഇല്ല. അത് നമ്മൾ ഒരു സസ്പെൻസ് ആയി മുന്നോട്ട് കൊണ്ടുപോകും. വില്ലനെ വകവയ്ക്കാതെ ബംഗ്ലാവിന്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ പിന്നെ ഫുള്ള് കോമഡിയാണ്. ഇറങ്ങി ഒരു 1000 രൂപ പിഴ അടച്ചിട്ട് പോണം. എന്തിനാ സർ? എന്തിനൊന്നു? അത് കൊള്ളാം. നിങ്ങൾ മൊബൈലിൽ സംസാരിച്ചോണ്ടില്ല ഡ്രൈവ് ചെയ്തത്? അല്ല സർ, അതൊരു എമർജൻസി കോൾ ആയിരുന്നു സർ. ഞാനത് അപ്പൊ തന്നെ കട്ട് ചെയ്തു. ആ മൊബൈലിങ് എടുത്തേ, കോൾ ഡ്യൂറേഷൻ നോക്കട്ടെ. വേണ്ട സർ, സാർ കേസ് ചാർജ് ചെയ്തോളൂ. നിങ്ങളെന്താ വിരട്ടുക? അല്ല സർ, ഞാൻ ചെയ്ത് തെറ്റാ, അതെനിക്കറിയാം. ഞാൻ ഫൈൻ അടിക്കാൻ തയ്യാറാ. ആക്ടർ സൂര്യപ്രഭ അല്ലേ? അതെ സർ. ഇറങ്ങണ്ട. എന്താ പ്രശ്നം? മൊബൈലിൽ സംസാരിച്ചോണ്ട് ഡ്രൈവ് ചെയ്യാൻ സർ. മാഡം ഷൂട്ടിംഗ് കഴിഞ്ഞ് വരിക? അതെ സർ. ഞാൻ CI പാവമണി. ഹലോ. മാഡം മുമ്പ് അഭിനയിച്ചില്ലേ സീരിയൽ മഴയാമങ്ങൾ? അതിലെ പെർഫോമൻസ് വൈഫിനും മദറിലേക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. വല്ലപ്പോഴും ഈ സീരിയലിലും കൂടെ അഭിനയിക്കണം കേട്ടോ. തീർച്ചയായും സർ, തീർച്ചയായും. ആളെ മനസ്സിലായില്ലേ? ഇല്ല. ആക്ടർ സൂര്യപ്രഭ. പെട്ടെന്ന് മനസ്സിലായില്ലേ? മാഡം, ഈ ഡ്രൈവ് ചെയ്യുമ്പോ മൊബൈലിൽ സംസാരിക്കരുത്. എസ്പെഷ്യലി ഒത്തിരി ഫാൻസ് ഉള്ള നിങ്ങളെ പോലുള്ളവര്. നഷ്ടം ഞങ്ങൾ കലാസ്വാദകർക്കാണ്. സോറി സർ, സോ സോറി. സോറി. ഇറ്റ്സ് ഓക്കേ. ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച്. ഡാൻസ് ഇപ്പൊ പറഞ്ഞ നാം എടുത്തേ ഉള്ളൂ. 100 ആയിസ കേട്ടോ. ഞാൻ ബേബി വലിയ മറ്റം അങ്ങ് ബഹറില്ല. ഫ്രണ്ടാ. ഒരിക്കൽ ബഹറിൽ വെച്ച് ഡബിളൊന്നും പരിചയപ്പെട്ടോട്ടുണ്ട്. കിഴക്കേക്കുറിച്ച് ചോണിക്കുര്യക്കോസിന്റെ കൂടെ. ചോണിക്കുര്യക്കോസിന് മനസ്സിലായില്ലേ? അങ്ങ് മസ്കറ്റില്ല. ഞാനും ജോണിയും കൂടെ വല്ല സീരിയലോ സിനിമയോ മറ്റോ എടുത്താലോ എന്ന് ആലോചിക്കായിരുന്നു. എന്നതാ മോടെ അഭിപ്രായം? സിനിമയാണോ സീരിയലാണോ പ്രോഫിറ്റബിൾ? അറിയാൻ വേണ്ടിട്ടാ. അതെ, സിനിമ തന്നെ പ്രോഫിറ്റ്. അതിന് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കണം. ഇന്നത്തെ പോലൊരു 4 ഡാൻസ് അത് മതി പോണ ഓടാൻ. എന്നാ ഡാൻസ് ആയിരുന്നു, ഇടിവെട്ടായിരുന്നു. നിനക്ക് ദുബായിൽ നിന്ന് കൊണ്ടുവന്ന 10,000 dirham സാധനം. ഇതെവിടെ 2 ലക്ഷം രൂപ വരും. അതെ, എനിക്ക് ചാവി ഒന്ന് വേണം. ഒന്ന് പോടുന്നത് വേണം. അവിടെ ഉണ്ട് കബോർഡിൽ.
ഓക്കെ. പിന്നെ സോണച്ചൻ പുറത്തുണ്ട്. വല്ല ഐസോ സോഡയോ വല്ല വേണം നീ കൂട്ടേ. ഒന്നെ ഞാനൊരു 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് സൽക്കാർക്ക് വീടിന്റെ പുറത്ത് വെച്ച് മതിയെന്ന്. നിങ്ങളാരാ എന്റെ ഭർത്താവോ അതെന്റെ പിമ്പോ? മര്യാദക്ക് ജീവിച്ചിരുന്നോ? ഒരു ഒറ്റക്കും യാത്ര മതി. പിന്നെ ഒറ്റോട്ടൊരു കാലത്തിൽ പൊക്കിക്കൊണ്ട് നടക്കാനും അഭിനയിക്കാനും ഭക്ഷണം കഴിക്കുന്നത് വേറെ ഒന്നും ചെയ്യണ്ട. എന്നൊരു ഭാര്യയായിട്ട് കണ്ടാ മതി. കണ്ടാന്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റും പണവും മേടിച്ച് എന്റെ മുന്നിൽ കൊണ്ട് നിർത്തല്ല പോണ്ട. ഇപ്പൊ നിനക്ക് എനിക്കല്ലേ കൊണ്ട് നടത്താനടുത്തപ്പോ ഇട്ടാച്ചു പോയി. ഇപ്പൊ പിന്നെ വന്നു. അയാളെ നിങ്ങൾ തന്നെ പിടിച്ചെടുത്ത് നിങ്ങളല്ലേ ഒരു തെറ്റ് ചെയ്യാത്ത നിങ്ങളാ ഇതൊക്കെ അവസാനിക്കാനല്ല. സോറി ഫ്ലൈറ്റ് കഴിഞ്ഞോ? ഫ്ലൈറ്റ് അല്ല, പാട്ടാ എടുത്തത്. ഓ ഡാൻസ് ആയോ? സമയം എത്രയാണെന്നറിയോ? 6 മണിയായി. 6 മണിയായോ? നേരം വിളിത്തോ? അപ്പൊ അങ്ങനെയാണ് കുറച്ച് ബ്രേക്ക് ചെയ്തെടുക്കാം. ചേച്ചി വാ പോവാം. സോണി സാർ തന്ന ചെക്ക 2 ലക്ഷം രൂപയുണ്ട്. മാഡത്തിന് തരാൻ പറഞ്ഞു. അതിന് ഞാൻ എന്റെ പേയ്മെന്റ് മുഴുവൻ വാങ്ങി കഴിഞ്ഞാണല്ലോ. അത് മെഹബൂബല്ലേ വാങ്ങിയത്. മാഡത്തിനും ഉണ്ടാവില്ലേ പേഴ്സണൽ കാര്യങ്ങൾ? പൈസയ്ക്ക് ആവശ്യമുണ്ട്, പക്ഷെ ഇത് വേണ്ട. സോറി. മോള് വണ്ടി എടുക്ക്. പതുക്കെ ഒരേ ഒരു പാട്ട് മട്ടണ്ട.